ഇവിടെ ഒരു സാധനം വെച്ചാൽ കാണുന്നില്ല. എന്നാലും അത് എവിടെ പോയി? ഞാൻ ഇവിടെ ആണല്ലോ വെച്ചത്. സുമേ, എടി സുമേ, ഞാനിവിടെ വെച്ച പൈസ എന്ത് ചെയ്തു? നിങ്ങളുടെ പൈസ ആക്കണം. എവിടെ വെച്ചാണെന്നോ രാവിലെ ബാക്കിയുള്ളവരൊന്നും കേട്ടിട്ട് കയറണം. വേഗം ആരെടുത്തെന്ന് വെച്ചാൽ എൻ്റെ പൈസ ഇട്ട് തന്നേക്കണം. ഇതല്ലേ നിങ്ങളുടെ പൈസ? കണ്ണും കാണത്തില്ല. ദേ കണ്ണ് കാണാത്തതേ എനിക്കല്ല, എൻ്റെ കെട്ടിയനടുത്തുണ്ടല്ലോ എൻ്റെ ബ്രഹ്മൻ, അവനാ കണ്ണ് കാണാത്തത്. രാവിലെ തുടങ്ങിയാലുണ്ടല്ലോ. അതേടി, അവൻ ആയകാലത്ത് കണ്ണ് കാണാനെങ്കിലേ നിന്നെപ്പോൾ എടുത്ത് എനിക്ക് വരത്തില്ലായിരുന്നു. അങ്ങനെ സിനിമ വലിയ സിനിമ പിന്നെ കൊട്ടക്കണക്കല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇങ്ങോട്ട് കയറി വന്ന ഒറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ദൈവമേ, തലയാണ് എടുത്താൽ ഒന്ന് നിർത്തുന്നുണ്ട്. കുറെ നേരമായല്ലോ എൻ്റെ കൂടെ. ഇനി സുമേ ഫോൺ കണക്ട് എറിയാതിരിക്കുന്നില്ല. നല്ല പാട്ടുകളൊക്കെ പാടി ജാലത്തിപ്പം ബലത്തിന്റെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ കവിയാച്ചനും കുടുംബവും ഇപ്പോൾ ജോലി ചെയ്തിട്ടുണ്ട്. അവര് എന്തോ സാങ്കേതിക തകരാറ് മൂലം അവർക്ക് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് സാക്ഷ്യം കഴിഞ്ഞെങ്കിലും സഹോദരിമാർക്ക് കവിയാച്ചൻ്റെ കുടുംബത്തിലെ സഹോദരിമാർക്ക് സാക്ഷ്യങ്ങൾ പറയേണ്ട അവസരങ്ങൾ കൊടുക്കുകയാണ്. ദയവായിട്ട് പറഞ്ഞാട്ടെ, സാക്ഷ്യം പറഞ്ഞാട്ടെ. സുമ സഹോദരി സാക്ഷ്യം പറഞ്ഞാട്ടെ. ഹലോ, കേൾക്കാവോ? ഓക്കെ ഓക്കെ, സുമ സഹോദരി സാക്ഷ്യം പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. റേഞ്ച് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സമയത്തിന് കയറാൻ പറ്റിയില്ല. എനിക്ക് പറയാൻ പറ്റത്തില്ല. ആദ്യപ്പെട്ട സുമ സഹോദരിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും സഹോദരി ഓർത്ത് വളരെ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം സാക്ഷിയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും എപ്പോഴും കണ്ണീരെടുക്കുന്ന സഹോദരിയാണ്. നമ്മുടെ സഭയിലെ മറ്റ് പല സഹോദരിമാർക്കും മാതൃകാപരമായിട്ടുള്ള ആത്മീയ അനുഭവങ്ങളുള്ള സഹോദരിയാണ്. സഹോദരിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും ഒന്നും എനിക്ക് പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ദൈവം സഹോദരി ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മ രണ്ട് വാക്ക് പറഞ്ഞാട്ടെ. അമ്മ കേൾക്കാവോ? രണ്ട് വാക്ക് പറഞ്ഞാട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ സഭയിലെ ഒരു മുതിർന്ന സഹോദരി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. നമ്മൾ സഹോദരിമാർ കുടുംബത്തിന്റെ വിളക്കായിരിക്കണം, സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം കൃപയോട് കൂടിയതായിരിക്കണം. നമ്മൾ നന്നായ കുടുംബം നന്നാകും, കുടുംബം നന്നായ സഭ നന്നാകും. ഞാനും ദൈവം എനിക്ക് തന്ന എൻ്റെ മോളും ഞങ്ങൾ എപ്പോഴും നമ്മുടെ സഭയിലെ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ സഭയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിളിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കട്ടായി പോയല്ലോ മോനെ. വീഡിയോ കട്ടായോളാ? പോയി. പ്രിയമുള്ളവരെ, ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കിട്ടിയാടുന്ന കപട വിഷയങ്ങളുടെ പഴക്കവും തഴക്കവും കൊണ്ട് തിരുത്തലുകൾക്ക് വിധേയമാകാൻ മനസ്സ് വയ്ക്കാത്ത കപട ഭക്തർ സഭയുടെ 4 ചുവരുകൾക്കുള്ളിൽ ആത്മീയതയുടെ അനുഭവങ്ങൾക്ക് പകരം അഭിനയങ്ങൾ കൈമുതലാക്കിയ പൊയ്മുഖങ്ങൾക്ക് മാറേണ്ടത് പ്രഹസനങ്ങളാണ്, അർത്ഥശൂന്യമായ പ്രകടനങ്ങളുമാണ്. അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം അന്തരംഗത്തിൽ നമ്മെ ജ്ഞാനം ഗ്രഹിപ്പിക്കട്ടെ. താങ്ക് യു.